ഒരു കടുവയ്ക്ക് ഏറ്റവും പ്രധാനമായ അവയവമാണ് അവൻ്റെ വലതുകൈ. അതിന് സ്വാധീനമില്ലാതാകുന്നതോടെ അവൻ്റെ വന്യസ്വപ്നങ്ങൾ കൊഴിയുകയായി. എല്ലാ അടവുകളും പഠിച്ച സൂത്രക്കാരായ കാട്ടുമൃഗങ്ങളെ വേട്ടയാടുക എന്നതൊരു മുടന്തിന് വിഷമം പിടിച്ച കാര്യമാണ്. അപ്പോൾ പിന്നെ ഗ്രാമാതിർത്തിയിലേക്ക് ഒളിച്ചും പാത്തും വന്ന് തക്കം നോക്കി ഒരാടിനെയോ പശുവിനെയോ തട്ടിക്കൊണ്ടുപോവുകയാണ് എളുപ്പം. അങ്ങനെയാണ് അവൻ ഗ്രാമത്തിലെ കൊള്ള ആരംഭിച്ചത്. ഇരകളെ വലിച്ചു കൊണ്ടുപോയ വഴിക്ക് സ്വന്തം വലതുപാദം തറയിലൂടെ വലിച്ചിഴച്ച പാടും കാണാനിടയായപ്പോഴാണ് ഇവനൊരു മുടന്തനാണെന്ന് നാട്ടുകാർ ഊഹിച്ചത്. യാദൃച്ഛികമായാണ് അവനൊരു മനുഷ്യനെ കൊല്ലാനിടയായത്. ഒരു കാളവണ്ടിക്കാരൻ ഒഴിഞ്ഞൊരു കോണിലുണ്ടായിരുന്ന കുളക്കരയിൽ വണ്ടി നിർത്തി അല്പം വെള്ളം കുടിച്ച് കയറി വരുമ്പോഴാണ് മുടന്തൻ അവിടെ ചെന്നുപെട്ടത്. അമ്പരന്ന് നിന്ന് ആ മനുഷ്യനെ ഒറ്റയടിക്ക് അവൻ കഥ കഴിച്ചു. മിക്കവാറും ഇടതുകൈയായിരിക്കും ഉപയോഗിച്ചത്. അതോടെ മനുഷ്യനെ കൊല്ലാൻ ഇത് മതിയെന്ന ആത്മവിശ്വാസവും അവനുണ്ടായി കാണും. കുറേ നാളുകൾക്ക് ശേഷം ഗ്രാമത്തിലെ ഒരു കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ പോയൊരു സ്ത്രീയാണ് അവൻ്റെ അടുത്ത ഇരയായത്. അവർക്കൊപ്പമുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഭയം ഓടിപ്പോയി. അവരിൽ നിന്നാണ് മുടന്തനെക്കുറിച്ച് ഗ്രാമീണർ കൂടുതൽ മനസ്സിലാക്കിയത്. തുടർന്ന് ഒരുപാട് മനുഷ്യരെ അവൻ കൊന്നു. മനുഷ്യമാംസം അവനേറെ പ്രിയങ്കരമായി തീർന്നു. തെലുങ്കനായ എൻ്റെ ഒരു ചങ്ങാതിയുണ്ട്. ബയ്യണ്ണ എന്നാണ് മൂപ്പരുടെ പേര്. കക്ഷിയാണ് എന്നോട് ഈ മുടന്തചരിതം വിശദമായി പറഞ്ഞത്. അവനെ ഇങ്ങനെ സ്വച്ഛന്തം വിഹരിക്കാൻ വിടരുതെന്നും എങ്ങനെയും അവൻ്റെ കഥ കഴിക്കണമെന്നും ബയ്യണ്ണ എന്നോട് അഭ്യർത്ഥിച്ചു. അതിനുവേണ്ട സർവ്വവിധ സഹകരണങ്ങളും അയാൾ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഞാനൊരു ദിവസം ബയ്യണ്ണയുടെ വീട്ടിലെത്തി. ഗ്രാമീണരായ ചിലരിൽ നിന്നും മുടന്തനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും എനിക്ക് സാധിച്ചു. ഇപ്പോഴും അവൻ്റെ വിഹാരം തുടരുകയാണെന്നും തലേന്ന് പോലും അവൻ്റെ കാൽപ്പാടുകൾ വനാതിർത്തിയിലെ കുളക്കരയിൽ കണ്ടെന്നും ചിലർ പറഞ്ഞു. എങ്കിലതൊന്ന് കണ്ടുകളയാമെന്ന് കരുതി ഞാൻ തനിച്ചുടനെ അങ്ങോട്ട് പുറപ്പെട്ടു. ഞാൻ പോയതറിഞ്ഞ് പരിഭ്രാന്തനായ ബയ്യണ്ണ 10-20 ആളുകളെയും കൂട്ടി എൻ്റെ പിന്നാലെ പുറപ്പെട്ടു. ഞങ്ങൾ മുടന്തനായ കടുവയെ എങ്ങനെ വേട്ടയാടാമെന്നതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ദൂരെ നിന്നും ഒരു കടുവയുടെ ശബ്ദം കേട്ടു. വളരെ കാലത്തെ പരിചയത്തിൽ നിന്നും ആ ശബ്ദം ദാഹാർത്തനായി വരുന്ന ഒരു കടുവയുടേതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവൻ വെള്ളം കുടിക്കാൻ വരികയാണ്. കുളക്കരയിൽ ഇത്രയധികം ആളുകളെ കണ്ടാൽ അവൻ വന്ന വഴി മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അവനെ കാണാമെന്ന് കരുതി ഒറ്റയ്ക്ക് ശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കി ഞാൻ നടക്കാൻ തുടങ്ങി. ഇടവിട്ട് മുരണ്ടുകൊണ്ട് അവൻ എൻ്റെ നേർക്ക് വരികയാണെന്ന് ഉറപ്പായി. എൻ്റെ പാദപതന ശബ്ദം പോലും കേൾപ്പിക്കാതെ സ്ഥിരമായി കടുവകളും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വരുന്ന ആ വഴിച്ചാലിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവൻ്റെ മുരളൽ നിലച്ചു. അവൻ എന്നെ കണ്ടിരിക്കുമോ എന്നെനിക്ക് സംശയമായി. ഉടനെ ഞാൻ അടുത്തുണ്ടായിരുന്ന വൃക്ഷത്തിൽ മറഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു. അനക്കമൊന്നുമില്ല. അവൻ എവിടെയാണ് പമ്മി നിൽക്കുന്നതെന്നും അറിയില്ല. ഉടനെ ഞാനൊരു മിമിക്രി കലാകാരനായി മാറി. ഒരു കടുവയുടെ മുരളൽ ദുർബലമായെങ്കിലും ഞാൻ അവതരിപ്പിച്ചു. 2-3 തവണ ഞാനിത് ആവർത്തിക്കുകയും ചെയ്തു. അവനത് കേട്ടു എന്നതിന് തെളിവായി ഉടനെ അവൻ്റെ ഉഗ്രമായൊരു പ്രതിഷേധ ഗർജനം കേട്ടു. ഞാനല്ലാതെ മറ്റാരുടെ ഈ വനത്തിൽ എന്നൊരു കടുവ ചോദിക്കും പോലെയായിരുന്നു ആ ശബ്ദം. 5 സെക്കൻഡുകൾക്കകം അവൻ നേരെ വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ മരത്തിനെ ചുറ്റിക്കൊണ്ട് സ്വയം മറച്ചു പിടിച്ചു. എൻ്റെ മിമിക്രി മുരളൽ അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് എന്ന കുതിച്ചുചാട്ടത്തിൽ നിന്ന് ബോധ്യമായി. ആ വേഗത്തിൽ അവൻ എന്നെ കടന്ന് കുറേ മുന്നോട്ട് പോയി. അവന് മുടന്തുള്ളതായി തോന്നിയില്ല. എങ്കിലും അതൊന്ന് ഉറപ്പുവരുത്താൻ ഞാൻ പിന്നിൽ നിന്നും ഉറക്കെ ചുമച്ചു. ഉടനെ അവൻ തിരിഞ്ഞു നിന്നു. മനുഷ്യവിരോധിയും നരഭോജിയുമാണെങ്കിൽ അടുത്ത നിമിഷം അവൻ എൻ്റെ മേലേക്ക് കുതിക്കും. ഞാൻ റൈഫിൾ ഉന്നം വെച്ച് നിന്നു. ഇപ്പോൾ തന്നെ അവനെ വീഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിരുപദ്രവിയാണവനെങ്കിൽ അവനെ കൊല്ലാൻ പാടില്ല. നാട്ടുകാരുടെ പേടി സ്വപ്നമായ ആ കടുവയാണെങ്കിലേ കൊല്ലേണ്ടതുള്ളൂ. ഈ സമയം അവൻ എൻ്റെ കണ്ണിൽ തറച്ചു നോക്കിക്കൊണ്ട് 4 കാലിൽ കമിഴ്ന്ന് എൻ്റെ നേർക്ക് ചാടാനൊരുങ്ങി. കടുവയുടെ സ്വഭാവം ഒട്ടും മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ തോക്ക് ശരിയായി ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിന്നതേയുള്ളൂ. കാഞ്ചി വലിച്ചില്ല. അടുത്ത നിമിഷം ഞാൻ ചെയ്തതാണ് ശരിയെന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവൻ പെട്ടെന്നൊരു വശത്തേക്ക് തിരിഞ്ഞു കുതിച്ചോടിക്കളഞ്ഞു. ഒട്ടും മുടന്തില്ലാത്ത ആ പാവത്തിനെ കൊല്ലാൻ തോന്നാത്തതിൽ സന്തോഷിച്ച് ഞാനും കുളക്കരയിലേക്ക് മടങ്ങി. മുടന്തനെ ആകർഷിക്കാൻ പതിവ് പോലെ ഇരമൃഗങ്ങളെ കെട്ടി നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ കെട്ടിയതിലൊന്നിനെ കടുവ കൊന്നതെറിഞ്ഞ് അവിടെ ശ്രദ്ധിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഗിരിവർഗമായ ചെഞ്ചുക്കളിൽപ്പെട്ട അപ്പു എന്ന ഉത്സാഹശീലനായ യുവാവാണ് എനിക്ക് അവിടെ ഒരു മരത്തിന്മേൽ മച്ചാൻ കെട്ടിത്തന്നത്. തറയിൽ നിന്നും 15 അടി ഉയരത്തിലായിരുന്നു മച്ചാൻ ഉണ്ടാക്കിയത്. അപ്പുവിന് നന്ദി പറഞ്ഞ് ഞാൻ തോക്കുമായി മച്ചാനിൽ കയറിക്കൂടി. അങ്ങനെ ഇരിക്കെ ഒരു കടുവ അലക്ഷ്യമായ ഭാവത്തിൽ നടന്നു വരുന്നത് കണ്ടു. അവന് മുടന്തൊന്നുമില്ല, എങ്കിലും നരഭോജിയാണോ? കഴിഞ്ഞുപോയ കൊലപാതകങ്ങളിൽ അവനും പങ്കുണ്ടോ എന്നൊന്നും ഉറപ്പില്ലല്ലോ. അതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഞാൻ അവൻ്റെ ശ്രദ്ധ ആകർഷിക്കാനായി വീണ്ടും മിമിക്രിയുടെ സഹായം തേടി. ഇക്കുറി ഒരു പുലിയുടെ ശബ്ദമാണ് ഞാൻ അനുകരിച്ചത്. അത് കേട്ടതും അവൻ വല്ലാതെ പ്രകോപിതനായി. ഉറക്കെ ഗർജിച്ചുകൊണ്ട് അവൻ ഞാനിരുന്ന മരത്തിൻ്റെ ചുവട്ടിലേക്ക് കുതിച്ചെത്തി. അപ്പോൾ ഞാനൊരു ആന മണ്ടത്തരം കാട്ടി. വീണ്ടും അതേ ശബ്ദം അനുകരിച്ചു. മരത്തിന്റെ മുകളിൽ എവിടെയോ മറഞ്ഞിരുന്ന് പുലി തന്നെ പരിഹസിക്കുകയാണെന്നോ മറ്റോ ധരിച്ച് അവൻ ഞാനിരുന്ന മരത്തിലേക്ക് ചാടിക്കയറി. അവൻ ഒറ്റച്ചാട്ടത്തിന് ഞാനിരുന്ന മരത്തിന്റെ താഴത്തെ കവട്ടയിലെത്തി. ഈശ്വര, അവൻ ഒന്നുകൂടി കയറിയാൽ എൻ്റെ മച്ചാൻ കാണും, എന്നെയും കാണും. മച്ചാൻ വലിച്ചു പൊളിച്ചാൽ ഞാൻ താഴെ വീഴും. എൻ്റെ മേലേക്ക് അവൻ ചാടും. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? എന്തായാലും അപ്പോൾ തന്നെ ബുദ്ധി പ്രയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഷൂ 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 എന്നിങ്ങനെ ശബ്ദമുണ്ടാക്കി. അത് മനുഷ്യ ശബ്ദമാണെന്ന് കടുവ തിരിച്ചറിഞ്ഞു. അല്പം മുൻപ് പുലിയായി വന്നവൻ ഇത്ര വേഗം മനുഷ്യനായതെങ്ങനെ എന്നായിരിക്കും അവൻ ആലോചിച്ചത്. എന്തായാലും ആ ശബ്ദം കേട്ടതോടെ കടുവ താഴേക്ക് കുതിച്ചു ചാടി എങ്ങോ ഓടി മറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അപ്പു ഓടിയെത്തി ഒരു വിവരം അറിയിച്ചു. ചെഞ്ചുക്കൾ താമസിക്കുന്ന ഭാഗത്ത് തലേന്നു രാത്രി കടുവ കടന്നു കയറി ഒരു ചെഞ്ചുവിനെ കൊന്നു അത്രേ. ഉടനെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണമെന്നായി അപ്പു. പിന്നെ ഒട്ടും അമാന്തിക്കാതെ ഞങ്ങൾ അപ്പുവിനൊപ്പം പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ കോണകതായികളായ അനേകം ചെഞ്ചുക്കൾ അമ്പും വില്ലുമായി ഓടി വന്ന് സങ്കടം പറയാൻ തുടങ്ങി.
കല്ല എന്നു പേരായ ഒരു ധീര യുവാവാണ് മരിച്ചതെന്ന് മനസ്സിലായി. കല്ല മറ്റുള്ളവരെ പോലെ കടുവകളെ ഭയപ്പെട്ടിരുന്നില്ല. നരഭോജിയായ കടുവയെ ഒന്ന് നേരിൽ കാണാൻ തയ്യാറായി നടക്കുകയായിരുന്നു അത്രേ. അനേകം തവണ തന്നെ കണ്ട് കടുവകൾ പേടിച്ചോടിയ വീരകഥകൾ അവനിടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. ഒരു ദിവസം കല്ല തന്റെ ആയുധങ്ങളുമായി നായാട്ടിന് പോയി. വേട്ടയാടി കിട്ടുന്ന മാംസമാണ് അവന്റെയും കുടുംബത്തിന്റെയും വിശപ്പടക്കുന്നത്. അന്ന് പക്ഷേ അവനൊന്നും കിട്ടിയില്ല. നിരാശയോടെ വീട്ടിൽ വന്ന് ഭാര്യയോട് വിവരം പറഞ്ഞു. എങ്കിലും അവനൊരു സന്തോഷ വാർത്തയും പറയാനുണ്ടായിരുന്നു. അവൻ ഒരിടത്തൊരു കാട്ടു തേനീച്ചക്കൂട് കണ്ടിരുന്നു. സന്ധ്യയാകുമ്പോൾ പോയി തേനെടുക്കാം. അതനുസരിച്ച് ഇരുട്ട് പരക്കാൻ തുടങ്ങിയപ്പോൾ കല്ല തേനീച്ചയെ പുകച്ചു ചാടിക്കാനുള്ള പുല്ലും തീപ്പെട്ടിയുമൊക്കെ ആയി പുറപ്പെട്ടു. പക്ഷേ അവൻ വലിയൊരു തേൻകൂടുമായി വരുന്നതും കാത്തിരുന്ന ഭാര്യ പിന്നെ ഒരിക്കലും അവനെ കണ്ടില്ല. അവൻ മടങ്ങി വന്നതേയില്ല. ആ തേനീച്ചക്കൂട് സ്ഥിതി ചെയ്യുന്ന മരത്തിനടിയിൽ നിന്ന് കടുവ കടുവ എന്നുള്ള കല്ലയുടെ പരിഭ്രാന്തി പൂണ്ട നിലവിളി ആരൊക്കെയോ കേട്ടു. ആദ്യത്തെ അമ്പരപ്പും ഭയവും എല്ലാം ഒന്ന് ശമിച്ചപ്പോൾ കുറെ ചെഞ്ചു യുവാക്കൾ കല്ലും തടിയും കുന്തവും അമ്പും വില്ലുമൊക്കെയായി ചെന്ന് നോക്കി. പക്ഷേ കല്ലയെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. കടുവ അവനെ കൊണ്ടുപോയെന്നതിന്റെ തെളിവുകൾ അവർക്ക് കിട്ടി. കടുവയെ കൊണ്ട് ഭയന്ന് അവൻ മരത്തിൽ പിടിച്ചു കയറാൻ ശ്രമിച്ചതിന്റെയും അവിടെ നിന്ന് അവനെ കടുവ വലിച്ചു താഴെയിട്ടതിന്റെയും പാടുകൾ വ്യക്തമായി കാണാനുണ്ടായിരുന്നു. മുടന്തനായിരിക്കും കല്ലയെ പിടികൂടിയതെന്നാണ് അവരുടെ ഊഹം. ഇടതുകൈ പ്രയോഗിച്ച് കല്ലയെ വലിച്ചു താഴെയിടാൻ അവൻ അല്പം സമയമെടുത്തു കാണുമെന്നും അതിനിടയിലാവും അവൻ ഉറക്കെ നിലവിളിച്ചതെന്നും പരിചയസമ്പന്നർ പറഞ്ഞു. എന്തായാലും അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടുകൾ നോക്കി അവർ കുറേ ദൂരം പോയി നോക്കിയത്രേ. വഴിയിൽ അവന്റെ കോണകം കിടക്കുന്നത് അവർ കണ്ടു. പിന്നെ ചോരപ്പാടുകൾ. അതിനപ്പുറത്തേക്ക് പോകാൻ അവർ ധൈര്യപ്പെട്ടില്ല. ഇത്രയും വിവരം കേട്ടപ്പോൾ മൃതദേഹത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയാലേ കടുവയെ വേട്ടയാടാൻ കഴിയുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. 8-10 പേർ എന്നോടൊപ്പം വരാൻ തയ്യാറായി. ഞങ്ങൾ ഒന്നിച്ച് ആ സ്ഥലത്തെത്തി. ഏകദേശം 300 മീറ്റർ മുന്നോട്ട് നടന്നപ്പോൾ തന്നെ വല്ലാത്ത ദുർഗന്ധം വന്നു തുടങ്ങി. അല്പം കൂടി നടന്നപ്പോൾ മൂളിപ്പറക്കുന്ന മണിയനീച്ചകളെ കണ്ടു. അവിടെ കല്ല എന്ന കടുവ വിരോധിയുടെ കടുവ ബാക്കിയായ അവശിഷ്ടങ്ങൾ കണ്ടു. തലയും തുടയിലും വാരിയല്ലുമെല്ലാം ചിന്ന ഭിന്നമായി കിടക്കുന്ന കാഴ്ച ഭീകരവും ദുഃഖകരവുമായിരുന്നു. മാംസം മിക്കവാറും തിന്നു തീർന്നെങ്കിലും കടുവ ഇനിയും വരുമെന്ന് തന്നെ ഞാൻ ഊഹിച്ചു. അതുകൊണ്ട് അപ്പുവിനോട് പറഞ്ഞ് അവിടെ അടുത്തുണ്ടായിരുന്ന മരത്തിൽ ഒരു മച്ചാൻ കെട്ടിയുണ്ടാക്കിച്ചു. ചിന്ന ഭിന്നമായി കിടന്നിരുന്ന ശരീരഭാഗങ്ങൾ ഒന്നിച്ചു കൂട്ടിയിട്ടു. അവൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കൊറ്റിന് ബാക്കിയുണ്ടെന്ന് തോന്നിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഇനി എല്ലാവരും പൊയ്ക്കൊള്ളാൻ ഞാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അവർ വേഗം സ്ഥലം വിട്ടു. രാത്രിയായി. ഞാൻ മച്ചാനിൽ കയറി ഒളിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നൊരു കടുവയുടെ ഗർജനം കേട്ടു. അതെ, അവൻ വരികയാണ്. ബാക്കിയിട്ടുപോയ ഭക്ഷണം തേടി വരുന്നത് അവൻ തന്നെ. പക്ഷെ അവൻ നിർത്താതെ മുരളുന്നത് എന്തിനാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കടുവ നിശബ്ദമായി വരികയാണ് പതിവ്. കടുവ അടുത്തെത്തിയെങ്കിലും മൃതദേഹത്തെ സമീപിക്കാതെ കുറ്റിക്കാട്ടിൽ മറഞ്ഞു നിന്ന് ഗർജനം തുടർന്നതേയുള്ളൂ. ആലോചിച്ചപ്പോൾ അതിന്റെ കാരണം എനിക്ക് പിടികിട്ടി. പകൽ ഞങ്ങൾ അവിടെ നിന്നതും മച്ചാൻ കെട്ടിയതുമെല്ലാം എവിടെയോ പതുങ്ങിയിരുന്ന് അവൻ കണ്ടിരിക്കും. വൃക്ഷത്തിനു മുകളിൽ മച്ചാനിൽ ആളുണ്ടെന്ന് അവൻ സംശയിക്കുന്നു. നരഭോജിയാണെങ്കിലും അവൻ ഏറെ ഭയപ്പെടുന്നതും നരനെ തന്നെയാണ്. അവന്റെ ഗർജനം കേട്ട് ഞാൻ മച്ചാനിൽ നിന്നിറങ്ങി ഓടണമെന്നാവും അവന്റെ ഉദ്ദേശം. എന്നിട്ട് വേണം സമാധാനത്തോടെ ബാക്കിയുള്ള ശവം തിന്നാൻ. അല്ലെങ്കിൽ തരം കിട്ടിയാൽ എന്നെ തന്നെ കൊന്നു തിന്നാമല്ലോ. അധിക സമയം വിശപ്പും സഹിച്ച് അവൻ അങ്ങനെ കാത്തിരിക്കുകയില്ലെന്നും ഏത് സമയത്തും അവനിൽ നിന്ന് എന്ത് നീക്കവും പ്രതീക്ഷിക്കാമെന്നും കരുതി ഞാൻ ശ്രദ്ധയോടെ ഇരുന്നു. അരമണിക്കൂറോളം അവനങ്ങനെ ഭീഷണിയുമായി ചുറ്റിത്തിരിഞ്ഞു. ഇങ്ങനെ അനിശ്ചിതമായി തുടരാനാവില്ല. എൻ്റെ സ്വഭാവത്തിന് തീരെ ഇണങ്ങാത്ത കാര്യമാണത്. എനിക്ക് അത്രയധികം ക്ഷമയുമില്ല. രണ്ടും കൽപ്പിച്ച് മരത്തിൽ നിന്നിറങ്ങാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷെ എത്ര സാവധാനം ഇറങ്ങിയാലും കടുവ അതറിയും. താഴെ ഇറങ്ങി മൃതദേഹത്തിനടുത്ത് വരെ എത്താനുള്ള സമയം കിട്ടുമോ എന്നറിയില്ല. മരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവൻ ആക്രമിക്കുന്നതെങ്കിൽ തോക്കെടുക്കാൻ പോലും സാധ്യമാവില്ല. ഇമാതിരി ചിന്തകളോടെ വിയർത്തൊലിച്ച ശരീരവും വിറയാർന്ന കൈകളുമായി ഞാൻ വളരെ സാവധാനം താഴേക്ക് ഇറങ്ങുക തന്നെയാണ് ചെയ്തത്. ഏകദേശം പകുതി ഇറങ്ങിയപ്പോൾ അവൻ്റെ ഗർജനം നിലച്ചു. അതിനർത്ഥം അവൻ തൊട്ടടുത്ത് എവിടെയോ പതുങ്ങി നിൽക്കുകയാണെന്ന് തന്നെ. ഈ നിമിഷം അവന് ചാടി വീഴാം. ഞാൻ താഴെ കാൽ തൊട്ടാലുടനെ ആവും ചിലപ്പോൾ ആക്രമണം. എൻ്റെ ഓരോ ചലനവും സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണവൻ. തീർച്ചയായും ഇനി അവൻ പഴയ മാംസം തേടി പോവുകയില്ല. എന്നെയാവും ഇനി ആദ്യം തിന്നാൻ അവൻ തീരുമാനിച്ചിരിക്കുക. ഇമാതിരി ചിന്തകൾ മനസ്സിനെ വിറകൊള്ളിച്ചതുകൊണ്ടാവാം 2 തവണയെങ്കിലും ഞാൻ വഴുതി വീഴാൻ ഭാവിച്ചു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് വീഴാതിരുന്നത്. എന്തായാലും വളരെ ശ്രദ്ധിച്ച് ഞാൻ മെല്ലെ തറയിൽ കാലുകുത്തി നിന്നു. അതെത്രയോ വലിയൊരു കാര്യസാധ്യമായി എനിക്കപ്പോൾ അനുഭവപ്പെട്ടു. നിമിഷാർദ്ധത്തിൽ റൈഫിൾ എടുത്ത് അവനെ നേരിടാൻ ഞാൻ തയ്യാറായി മരത്തിൽ ചാരി നിന്നു. എങ്ങും നിറഞ്ഞ നിശബ്ദത മാത്രം. ഈ സമയത്തൊരു ചീവീടെങ്കിലും കരഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി. മരണത്തിന്റെ തണുത്ത നിശബ്ദതയാണോ ഇത്? വാസ്തവത്തിൽ ഈ സമയമെല്ലാം എന്നെ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് അവൻ എൻ്റെ നേർക്ക് സാവകാശം ഇഴഞ്ഞിഴഞ്ഞ് അടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഇലയനക്കം പോലും ഉണ്ടാക്കാതെ പാടെ നിശബ്ദമായിട്ടായിരുന്നു ആ മുന്നേറ്റം. ഇതറിയാതെ 4 പാടും ചെവി വട്ടം പിടിച്ച് ഞാനും നിന്നു. പെട്ടെന്ന് നടുക്കുന്ന ഒരു ഗർജനത്തോടെ അവൻ എൻ്റെ നേർക്ക് ചാടി വന്നു. നേരെ മുന്നിൽ നിന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിലും തീരെ വിചാരിക്കാതെ മറുഭാഗത്തു നിന്നാണ് അവൻ പ്രത്യക്ഷപ്പെട്ടത്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞ് റൈഫിൾ അവൻ്റെ നേർക്ക് ചൂണ്ടി ടോർച്ച് പ്രകാശിപ്പിച്ചു. എനിക്കും അവനുമിടയിൽ ഒരു മരമുണ്ടായിരുന്നത് കൊണ്ട് ടോർച്ച് വെളിച്ചം മരത്തിൽ തന്നെ തട്ടി എൻ്റെ കണ്ണിലേക്ക് തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. മരത്തിന് പിന്നിൽ നിന്നും ഇടത്തോട്ട് ചാടിയ കടുവ എൻ്റെ നേർക്ക് ചാടി വന്നു.
പെട്ടെന്ന് ഞാൻ മരത്തിന്റെ മറവിലേക്ക് മാറുകയും അവന്റെ തല ലക്ഷ്യമാക്കി നിറയൊഴിക്കുകയും ചെയ്തു. അത് കൊണ്ടാലും ഇല്ലെങ്കിലും അവൻ ഒരു വശത്തേക്ക് തെന്നി മാറി വീണ്ടും മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ ഞാൻ രണ്ടാമതും വെടിയുതിർത്തു. കടുവ എങ്ങോട്ടോ ചാടി മറഞ്ഞു. അവൻ അവിടെ തന്നെ വീണോ അതോ ഓടി മറഞ്ഞോ എന്നൊന്നും മനസ്സിലായില്ല. കുറേ നേരം ആ നിൽപ്പ് നിന്നപ്പോൾ കടുവ അടുത്തെങ്ങുമില്ലെന്ന് എനിക്കുറപ്പായി. ഞാൻ മെല്ലെ നടന്ന് അവൻ നിന്നിരുന്ന സ്ഥലവും ഓടിമാറിയ ഭാഗവും എല്ലാം പരിശോധിച്ചു. അവിടെ എങ്ങും ഒരു തുള്ളി ചോര പോലും കാണാനില്ലായിരുന്നു. അപ്പോൾ ഒരു ഉൾക്കിടിലത്തോടെ ഞാൻ ആ സത്യം മനസ്സിലാക്കി. എൻ്റെ രണ്ടുണ്ടയും പാഴായി. വെടി അവൻ ഏറ്റിട്ടേയില്ല. പക്ഷേ പിറകെയുള്ള ആ വെടിവെച്ച അവനെ ശരിക്കും ഭയപ്പെടുത്തിയെന്ന് മാത്രം. ഇനി എന്തായാലും നേരം പുലരും വരെ മച്ചാനിലിരിക്കാമെന്നുറപ്പിച്ച് ഞാൻ വീണ്ടും അതിൽ കയറിയിരുന്നു. എനിക്ക് വലിയ നിരാശയും കുറ്റബോധവും തോന്നി. അത്ര അടുത്തു നിന്നായിട്ട് പോലും അവനിൽ വെടിയേൽപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഈ ഏറ്റുമുട്ടലിൻ്റെ പക തീർക്കാൻ അവൻ ഇനിയും എത്ര സാധുക്കളെ കൊല്ലുമെന്നും അറിയില്ല. ആകെ ഇടിഞ്ഞ മനസ്സോടെ ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു. ആ ഇരിപ്പിൽ മെല്ലെ ഞാൻ മയങ്ങിപ്പോയി. നേരം നന്നേ പുലർന്നു കഴിഞ്ഞ് അപ്പുവും കൂട്ടരും താഴെ വന്ന് എന്നെ വിളിച്ചുണർത്തുകയായിരുന്നു. സംഭവിച്ചതെല്ലാം ഞാൻ അപ്പുവിനോട് പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഒന്നിച്ച് പെഡച്ചെരുവിലേക്ക് മടങ്ങി. അടുത്ത 2 ദിവസം ശാന്തമായി കടന്നുപോയി. എങ്കിലും 3-ാം നാൾ അപ്പു വന്നു. കടുവയെ തേടി പോകണമെന്ന് അവൻ നിർബന്ധം പിടിച്ചു. അവൻ്റെ തോളിൽ ഒരു മഴവുണ്ടായിരുന്നു. പിന്നിൽ വളർത്തുനായയും. അപ്പുവിൻ്റെ മുഖത്ത് തികഞ്ഞ ധീരതയും ഉത്സാഹവും ഉണ്ടെങ്കിലും നായയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഭീതിയാണ്. ആകെ മെല്ലിച്ചുണങ്ങി അവൻ്റെ പേര് ആടിയപ്പ എന്നാണത്രേ. തന്നെ ഏറെ ദ്രോഹിച്ചവനും താനേറെ വെറുക്കുന്നവനുമായ അയൽക്കാരൻ്റെ പേരാണ് പട്ടിക്കിട്ടതെന്നും അതൊരു പകപോക്കലാണെന്നും അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയൽക്കാരൻ പക്ഷേ തന്നെ അമ്പെ തോൽപ്പിച്ചു കളഞ്ഞു എന്നും അപ്പു പറയാതിരുന്നില്ല. അയാൾ തൻ്റെ കഴുതയ്ക്ക് അപ്പു എന്ന് പേരിട്ട് കളഞ്ഞു. എന്തായാലും ഞാനും അപ്പുവും ആദിയപ്പയും മുടന്തനായ ആ കടുവയെ തേടി കാട്ടിലേക്ക് പുറപ്പെട്ടു. ആദിയപ്പ അപ്പുവിൻ്റെ കാൽക്കീഴിൽ നിന്നും ഒരടി പോലും മാറാതെ സൂക്ഷിച്ചാണ് നടന്നത്. അപ്പോൾ മുന്നിലൊരു മാൻ വന്നു പെട്ടു. ആദിയപ്പയെ നോക്കി ഒന്ന് ചിരിച്ചു. അവനെ ഞാൻ കളിയാക്കുകയാണെന്ന് കരുതിയിട്ടാവാം ഉറക്കെ കുരച്ചുകൊണ്ട് അവൻ ആ മാനിൻ്റെ നേർക്ക് ചെന്നു. നീ പോടാതായെ എന്ന് പരിഹസിക്കുന്ന മട്ടിൽ മാൻ വാലാട്ടിയിട്ട് കുതിച്ചൊരോട്ടം കൊടുത്തു. കുറച്ചുനേരം പിന്നാലെ ഓടിയിട്ട് പാവം ആദിയപ്പ അണച്ചുകൊണ്ട് തിരിച്ചെത്തി വീണ്ടും അപ്പുവിൻ്റെ കാൽക്കീഴിൽ അഭയം പ്രാപിച്ചു. പെഡച്ചെരുവിലെ തടാകക്കരയിൽ നിന്നും ഏകദേശം 10 മൈലോളം കാടിനുള്ളിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നടന്നു. അങ്ങനെ 1.5 മൈലോളം നടന്നു. ആകെ വിയർത്തു തളർന്നിരുന്നു. അപ്പോഴാണ് അടുത്തുള്ള കുന്നിൻപുറത്തൊരു പാറക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. പാറക്കെട്ടിനിടയിൽ നിന്നും ജലം ഇറ്റിറ്റ് വീഴുന്നതും കണ്ടു. അല്പം വെള്ളം കുടിക്കാമെന്ന് കരുതി അങ്ങോട്ട് ചെന്നപ്പോൾ പാറക്കെട്ടിനു താഴെ ചെറിയൊരു കുഴി നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നതും അതിനടുത്തായി ഞാൻ തേടി നടക്കുന്ന മുടന്തന്റെ കാൽപ്പാടുകളും കണ്ടു. അത് അവൻ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു. കാരണം മുടന്തുള്ള വലതുകൈ ഈർപ്പമുള്ള മണ്ണിലൂടെ വലിഞ്ഞിഴഞ്ഞു പോയ പാട് വ്യക്തമായി കാണാമായിരുന്നു. എനിക്കും അപ്പുവിനും സന്തോഷമായി. എന്തായാലും ആദ്യം മതിയാവോളം വെള്ളം കുടിക്കുക തന്നെ എന്ന വിചാരത്തോടെ ഞാൻ ആ കുഴിക്കരയിൽ കമിഴ്ന്നു കിടന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പുവിനും നല്ല ദാഹമുണ്ടെങ്കിലും ഞാൻ കുടിച്ചു കഴിയാൻ വേണ്ടി അവൻ കാത്തുനിന്നു. വാസ്തവത്തിൽ അവൻ കാത്തത് എൻ്റെ ജീവനെ തന്നെയായിരുന്നു എന്ന് അടുത്ത നിമിഷം ഞാൻ മനസ്സിലാക്കി. ആ ഭീകരനായ നരഭോജി ഞാൻ വെള്ളം കുടിക്കുന്നത് പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ എൻ്റെ നേർക്ക് കുതിച്ചതും അപ്പു അലറിക്കരഞ്ഞതും ഞാൻ മുട്ടുകുത്തി നിന്ന് റൈഫിൾ ഉന്നം പിടിച്ചതുമെല്ലാം ഒരേ നിമിഷത്തിലായിരുന്നു. ഒരു വശത്തേക്ക് വല്ലാതെ ചിരിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന അവൻ ഒരു ഭീകര രൂപം തന്നെയായിരുന്നു. അവനെ കണ്ടാൽ തന്നെ സാധാരണക്കാർ പേടിച്ചു മരിക്കും. 15 അടി അകലെ അവനെത്തിയപ്പോൾ അപ്പു തന്റെ മഴു ഇരുവശത്തേക്ക് മാഞ്ഞു വീശിക്കൊണ്ടിരുന്നു. ഞാൻ പരിഹസിച്ച് ചിരിച്ച അർദ്ധപ്രാണനായ ആദിയപ്പ ഒരു സിംഹത്തെ പോലെ കടുവയുടെ നേർക്ക് പല്ലിളിച്ച് ഉറക്കെ കുരയ്ക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ ആ എലുമ്പനായ നായയുടെ പ്രകടനം കണ്ട് കടുവ പോലും ഒന്ന് ഭയന്നു കാണും. ഇവൻ ആരടാ എൻ്റെ നേർക്ക് കുരയ്ക്കാനെന്നാവും അവൻ കരുതിയിരിക്കുക. അപ്പുവിൻ്റെ മഴുവീശിലും അവനെ ചിന്താകുഴപ്പത്തിലാക്കിയിരിക്കും. ഇതുവരെ ആരും തന്നോടിങ്ങനെ എതിർത്തിട്ടില്ലല്ലോ. അവന് പറ്റിയ ഏക അബദ്ധവും ഒരു നിമിഷം അങ്ങനെ അമ്പരന്ന് നിന്നു പോയതാണ്. കൃത്യമായും ഞാൻ ആ അവസരം മുതലെടുത്തു. ഒന്നിനു പുറകെ ഒന്നായി 2 വെടിയുണ്ടകൾ അവനിൽ ചെന്നു തറച്ചു. വാസ്തവത്തിൽ ഈ കടുവാ സംഹാരത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ അപ്പുവിനും ആദിയപ്പയ്ക്കുമുള്ളതാണ്. അവരുടെ പ്രകടനം കനിഞ്ഞനുവദിച്ച ഒരു നിമിഷമാണ് കടുവയുടെ വായിൽ നിന്നും എന്നെ രക്ഷിച്ചത്. അതിൽ ഞാൻ എന്നും അവരോട് നന്ദിയുള്ളവനായിരിക്കും.